ഇങ്ങനെ ഒരു ബ്രെഡ് പക്കോട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ആദ്യം കുക്കറിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ കേൾപ്പിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് വേറൊരു ബൗളിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി മാറ്റിയെടുക്കാം. ഈ രീതിയിൽ തൊലി മാറ്റിയെടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഉടച്ചെടുക്കാം. പക്കോടയ്ക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനാവശ്യമായി വേണ്ടത് 2 മീഡിയം സൈസ് സവാള, 4 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, ഒരു 10-11 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ചതച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ കരിഞ്ഞു പോകാത്ത രീതിയിൽ വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പുഴുങ്ങി ഉടച്ചു മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്താലേ മസാലകൾ ഉരുളക്കിഴങ്ങിലോട്ട് പിടിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. കണ്ടോ, നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത് മസാല മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. 1 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇടുക.
കടലമാവിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ അരിമാവ് ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ട കെട്ടാത്ത രീതിയിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ നമുക്ക് വേണ്ടത്. ഇനി ബ്രെഡ് കട്ട് ചെയ്യാം. ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡുകളിലേക്ക് നമുക്ക് മസാല ഇതുപോലെ വെച്ച് കൊടുത്ത് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പക്കോട ബാറ്ററിൽ മുക്കി നമുക്ക് ഓരോന്നായി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോകാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ടൻ ചായയിലൂടെ കഴിക്കാം, അല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. എന്തായിരുന്നാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.